നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ടൈപ്പുകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് 3 ടൈപ്സ് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. ദ ഫസ്റ്റ് വൺ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി അല്ലെങ്കിൽ ആവറേജ്. രണ്ടാമത്തെ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ അല്ലെങ്കിൽ അതിന് വിളിക്കുന്ന വേറൊരു പേരാണ് മെഷേഴ്സ് ഓഫ് വേരിയബിലിറ്റി. മൂന്നാമത്തെ മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ് ആൻഡ് കർട്ടോസിസ്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ 2 ഇപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞു. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, രണ്ടാമത്തെ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. എന്നെടുക്കാനുള്ളത് മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ് ആൻഡ് കർട്ടോസിസ് ആണ്. നമ്മളിന്ന് ആദ്യം എടുക്കുന്നത് സ്ക്യൂനെസ് ആണ്. സ്ക്യൂനെസ്, ഈ സ്ക്യൂനെസ് എന്താന്ന് പറയുന്നതിൻ്റെ മുമ്പേ നമ്മൾ ആദ്യം സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ്റെ മീനിങ് എന്താണെന്നാണ് ആദ്യം മനസ്സിലാക്കുന്നത്. സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ, സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ്റെ മീനിങ്. സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when a frequency distribution is said to be symmetric, the frequencies are distributed symmetrically or evenly on either side of an average. ആവറേജിൻ്റെ 2 വശത്തേക്കും തുല്യമായിട്ട്, സിമെട്രിക് പറഞ്ഞാൽ സമമായിട്ട്, ഈവൻലി എന്ന് പറഞ്ഞാൽ തുല്യമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. ഒന്നുകൂടി പറയാം. വെൻ എ ഡിസ്ട്രിബ്യൂഷൻ ഈസ് സെറ്റ് ടു ബി സിമെട്രിക്, ഇറ്റ്സ് ഫ്രീക്വൻസീസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഈവൻലി ഓർ സിമെട്രിക്കലി ഓൺ ഐദർ സൈഡ് ഓഫ് എൻ ആവറേജ്. അതൊന്നും കൂടി നമ്മൾ ക്ലിയർ ചെയ്യുന്നത് നോർമൽ കർവിൽ കൂടെയാണ്. എന്താണ് സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് ഒന്നുകൂടി ക്ലിയർ ആക്കാം. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ബെൽ ഷേപ്ഡ് കർവാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഇതിനെ നമ്മൾ നേരെ നടുവിലായിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഈ പാർട്ടും തുല്യമായിരിക്കും. അതിൻ്റെ മീനിങ് എന്താ? ഈ പോർഷനിൽ എത്ര ഫ്രീക്വൻസീസ് ഉണ്ടോ അത്രയും ഫ്രീക്വൻസീസ് ഈ സൈഡിലും ഉണ്ടാവും. അതിനെയാണ് നമ്മൾ സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇതിൽ 2 കണ്ടീഷൻസാണ് നമ്മൾ ഫുൾഫിൽ ചെയ്യേണ്ടത്. എന്താണെന്ന് ടീച്ചർ പറയാം. അതിൽ നടുവിൽ നമ്മൾ ഈ പോയിന്റിനെ മീഡിയൻ എന്ന് പറയുന്നത്, മിഡിൽ മോസ്റ്റ് ആയിട്ട് മീഡിയ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ക്വാർട്ടൈൽ Q1, ഇത് തേർഡ് ക്വാർട്ടൈൽ. അപ്പോൾ സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ആവണമെങ്കിൽ 2 കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യണം. അടുത്ത ആദ്യത്തെ കണ്ടീഷൻ എന്താണെന്ന് പറയാം. നോക്കൂ, ഈ Q1 നിന്ന് മീഡിയനിലേക്കുള്ള ഈ ഡിസ്റ്റൻസും Q3യിൽ നിന്ന് മീഡിയനിലേക്കുള്ള ഈ ഡിസ്റ്റൻസ് രണ്ടും തുല്യമാണല്ലോ. കണ്ടോ? അതുകൊണ്ട് നമുക്ക് ആ ഫസ്റ്റ് കണ്ടീഷൻ എന്ത് എഴുതാം? Q1 ആൻഡ് Q3 ആർ equidistant ഫ്രം എവിടെ നിന്ന്? മീഡിയനിൽ നിന്ന് Q1ലേക്കും Q3ലേക്കുള്ള ഡിസ്റ്റൻസ് തുല്യമാണ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ ഇത് മീഡിയനാണെന്ന് നമുക്കറിയാലോ. ഈ പോയിന്റ് ഇതേ പോയിന്റിൽ തന്നെയാവും മീനും മോഡും കിടക്കുക. അപ്പോൾ സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് മീൻ ഈക്വൽ മീഡിയൻ ആൻഡ് മീഡിയൻ ഈക്വൽ മോഡ്. കാരണം 3ഉം ഈ സെയിം പോയിന്റിൽ കിടക്കണോണ്ട് ഈക്വൽ ആണ് കേട്ടോ. മീൻ ഈക്വൽ മീഡിയൻ, മീഡിയൻ ഈക്വൽ മോഡ്. അപ്പോൾ ഈ 2 കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്താൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് ക്ലിയർ ആയാലാണ് നമുക്ക് സ്ക്യൂനെസ് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ സിമെട്രിക് പറഞ്ഞു കഴിഞ്ഞാൽ 2 പോർഷനും തുല്യമായിട്ട് ഡിവൈഡ് ചെയ്യാം. സ്ക്യൂനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമെട്രിക് ആയിരിക്കില്ല, ലാക്ക് ഓഫ് സിമെട്രിക് ആണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ക്യൂനെസ് എന്ന് പറയുന്നത്. ലാക്ക് ഓഫ് സിമെട്രി, ഇക്വാളിറ്റി ഉണ്ടാവില്ല, അല്ലെങ്കിൽ സിമെട്രിക്കലി ആയിട്ടല്ല ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ലാക്ക് ഓഫ് സിമെട്രി. ഇതിനെ നമ്മൾ ദ വേർഡ് സ്ക്യൂനെസ് ലിറ്ററലി ഡിനോട്ട്സ് അസിമെട്രി. സിമെട്രി ഇല്ലാത്തതുകൊണ്ട് അതിനെ നമ്മൾ വിളിക്കുന്ന പേര് അസിമെട്രി എന്നാണ്. സ്ക്യൂനെസിന്റെ വേറൊരു പേരാണ് അസിമെട്രി. ഓക്കെ, അപ്പോൾ അസിമെട്രി വരുമ്പോൾ അല്ലെങ്കിൽ ലാക്ക് ഓഫ് സിമെട്രി ആണെങ്കിൽ ഈ കർവ് ഇങ്ങനെ ആവില്ല, 2 ഭാഗവും തുല്യമാവില്ല. അപ്പോൾ എങ്ങനെ വരും? ഒന്നല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൂടിയിരിക്കും, അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ കൂടിയിരിക്കും. 2 കണ്ടീഷൻസേ വരുള്ളൂ. ഒന്ന് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൂടിയിരിക്കും, അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ കൂടിയിരിക്കും. ഈ 2 കണ്ടീഷൻസിനെ നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന് നമ്മൾ എന്ത് പറയുന്നു? സ്ക്യൂനെസ് മേ ബി 2 ടൈപ്സ്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്ലി സ്ക്യൂഡ്. പോസിറ്റീവും നെഗറ്റീവ്ലി സ്ക്യൂഡ് ആയിട്ട് 2 ഡിവൈഡ് ചെയ്യും. അടുത്ത ഫസ്റ്റ് വൺ നമ്മൾ പറയുന്നത് പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണ്. പോസിറ്റീവ്ലി സ്ക്യൂഡ്
പോസിറ്റീവ്ലി സ്ക്യൂഡ്. പോസിറ്റീവ്ലി സ്ക്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ല, രണ്ട് ഭാഗവും തുല്യമായിട്ടല്ല വരിക. അപ്പൊ പിന്നെ ഈ കർവ് എങ്ങനെ വരും നോക്കാം. പോസിറ്റീവ്ലി സ്ക്യൂഡ് കർവ്. കണ്ടോ? അപ്പൊ ഈ ചിത്രത്തിൽ നോക്കൂ, ഇതിന്റെ ഈ റൈറ്റ് ഹാൻഡ് സൈഡാണ് കൂടുതൽ ഇരിക്കുന്നത്. കണ്ടോ? റൈറ്റ് ഹാൻഡ് സൈഡിലാണ് കൂടുതൽ പോർഷൻസ് ലൊക്കേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇത് ടെയിലിനാണ് വരുന്നത്. ഇതിന്റെ ലോങ് ടെയിൽ ഏത് വശത്താണ് നിൽക്കുന്നത്? റൈറ്റ് സൈഡിലാണ്. ഒന്നല്ലെങ്കിൽ ലോങ് ടെയിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്നതിനെ, അല്ലെങ്കിൽ മേജർ പോർഷൻ റൈറ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. അപ്പൊ ഇതിൽ പറഞ്ഞ ഈ രണ്ട് കണ്ടീഷൻസ് നമ്മൾ ഇതിൽ വയലേറ്റ് ചെയ്യും. ഈ രണ്ട് കണ്ടീഷൻസ് ആവില്ലല്ലോ ഇതിൽ വരിക. അപ്പൊ എങ്ങനെയൊക്കെ വരും? ഫസ്റ്റ് കണ്ടീഷൻ നോക്കാം. എൻ്റെ മുമ്പേ ഇത് മീഡിയൻ ആണ്, ഇത് Q1, ഇത് Q3. മറ്റേത് മീനും മീഡിയനും മോഡും ഈ പോയിന്റിലാണ് കിടന്നിട്ടുള്ളത്. ഇതിൽ നോക്കൂ, മീൻ എവിടെ വരുന്നത്? ഇവിടെയാണ് മീൻ പറയുന്നത് നമുക്ക് എക്സ് ബാർ എന്ന് പറയാം. ഇവിടെ മോഡ്. അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ നിന്ന് ഏറ്റവും കൂടുതൽ ഇതുവരയ്ക്ക് ഏറ്റവും കൂടുതൽ പോർഷൻ ഏതുവരെ കിടക്കുന്നത്? മീനാണ്. അതിനുശേഷം ഇവിടെ നിന്ന് മീഡിയൻ ആണ്, പിന്നെ മോഡാണ് വരുന്നത്. അപ്പൊ ഏറ്റവും ഗ്രേറ്റർ അല്ലെങ്കിൽ മോർ ദാൻ വരുന്നത് മീനാണ്, പിന്നെ മീഡിയൻ ആണ്, പിന്നെ മോഡാണ്. ഇനി വേറെ കണ്ടീഷൻ എന്താണ്? Q1 നിന്ന് മീഡിയനിക്കുള്ള ഡിസ്റ്റൻസ് നോക്കൂ, ഇത്ര ഭാഗമാണ്. Q3 നിന്ന് മീഡിയനിക്ക് വരുന്നത് ഇത്രയും പോർഷൻ. കണ്ടോ? അപ്പൊ ഇത് രണ്ടും ഈക്വി ഡിസ്റ്റന്റ് ആണോ? അല്ല. നമുക്ക് ചിത്രം കാണുമ്പോൾ തന്നെ അറിയാം. അപ്പൊ ഈ കണ്ടീഷൻ എങ്ങനെയായിട്ട് വരും? Q1 ആൻഡ് Q3 ആർ നോട്ട് ഈക്വി ഡിസ്റ്റന്റ്. രണ്ടും തുല്യമല്ല. നോട്ട് ഈക്വി ഡിസ്റ്റന്റ് ഫ്രം മീഡിയൻ. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എങ്ങനെ വരും? ഇതിൽ ഏറ്റവും കൂടുതൽ വശം മീനാണ് ഇരിക്കുന്നത്. അപ്പൊ എങ്ങനെ പറയാം? മീൻ ഈസ് ഗ്രേറ്റർ ദാൻ മീഡിയൻ. മീഡിയനേക്കാൾ വലുതാണ് മീന്. ഇനി മോഡ് എങ്ങനെ വരുന്നത്? മീഡിയൻ ഈസ് ഗ്രേറ്റർ ദാൻ മോഡ് എന്ന് പറയുന്നത്. മോഡിനേക്കാൾ വലുതാണ് മീഡിയൻ. അപ്പൊ ഈ ഈക്വൽ എന്നുള്ളത് മാറിയിട്ട് ഇവിടെ പോസിറ്റീവിൽ എന്തായിട്ട് മാറി? മീൻ ഈസ് ഗ്രേറ്റർ ദാൻ മീഡിയൻ ആൻഡ് മീഡിയൻ ഈസ് ഗ്രേറ്റർ ദാൻ മോഡ്. ഓക്കെ. അപ്പൊ പോസിറ്റീവ്ലി സ്ക്യൂഡ് എന്ന് പറയുമ്പോൾ ഓർക്കുക, ചിത്രം മനസ്സിൽ ഓർമ്മ ഉണ്ടായാൽ മതി. റൈറ്റ് ഹാൻഡ് സൈഡിലായിരിക്കും, അല്ലെങ്കിൽ ലോങ് ടെയിൽ റൈറ്റ് ഹാൻഡ് സൈഡിലായിരിക്കും കിടക്കേണ്ടത്. ഓക്കെ. ഈ രണ്ട് കണ്ടീഷൻസ് ഓർമ്മ. ഇനി നമ്മൾ എടുക്കുന്നത് നെഗറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ. നെഗറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ. നെഗറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ അത് നമ്മൾ പഠിച്ച പോസിറ്റീവില് നേരെ ജസ്റ്റ് റിവേഴ്സ് ആണ്. അപ്പൊ ഏത് സൈഡിലേക്കാവും കൂടുതൽ വശം വരിക, അല്ലെങ്കിൽ അതിന്റെ ലോങ് ടെയിൽ ഏത് വശത്തേക്കാവും വരിക? യെസ്, ലെഫ്റ്റ് സൈഡിലേക്കാണ് വരിക. അപ്പോൾ ഇതിന്റെ മേജർ പോർഷൻ ലെഫ്റ്റ് സൈഡിലേക്കാണ് വരുന്നത്. കേട്ടോ? നെഗറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷന്റെ പ്രത്യേകത, കൂടുതൽ ഭാഗം മേജർ പോർഷൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്കാവും കിടക്കുക, അല്ലെങ്കിൽ ലോങ് ടെയിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്കാവും കിടക്കുന്നുണ്ടാവും. ഇത് മീഡിയൻ ആണെന്ന് നമുക്കറിയാം. ഇത് ഫസ്റ്റ് ക്വാർട്ടൈല്, ഇത് തേർഡ് ക്വാർട്ടൈല്. ഇതിന്റെ മീൻ എവിടെയും കിടക്കുന്നുണ്ടാവുക? നെഗറ്റീവില്. ഇവിടെയാണ് എക്സ് ബാർ ഉണ്ടാവുക. ഇവിടെ മോഡും ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ആദ്യത്തെ കണ്ടീഷൻ നോക്കൂ. ഈ കണ്ടീഷൻ ഇതിൽ ചേഞ്ച് ആവും. ഫസ്റ്റ് കണ്ടീഷൻ ഇതിൽ ഈക്വൽ ആയിരുന്നു. ഇത് നോക്കൂ, Q1 നിന്ന് മീഡിയനിക്ക് ഇത്രയും ദൂരമുണ്ട്, ഇവിടുന്ന് Q3 മീഡിയനിക്ക് വളരെ കുറച്ചുള്ളൂ. കേട്ടോ? അപ്പൊ നോട്ട് ഈക്വി ഡിസ്റ്റന്റ് തന്നെയാണ്. ഇതിലത്തെ ഫസ്റ്റ് കണ്ടീഷൻ Q1 ആൻഡ് Q3 ആർ നോട്ട് ഈക്വി ഡിസ്റ്റന്റ് ഫ്രം മീഡിയൻ. ആദ്യത്തെ കണ്ടീഷൻ അത്. ഇനി രണ്ടാമത്തെ നോക്കൂ, ഇത്രയും ഭാഗം മീനുള്ളൂ, മീഡിയൻ അതിനേക്കാൾ വലുതാണ്, പിന്നെ വരുന്നത് മോഡാണ് അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം സെക്കൻഡ് കണ്ടീഷൻ? മീന് മീഡിയനും മോഡിനേക്കാൾ കുറവാണ്. അപ്പോൾ മീൻ ഈസ് ലെസ് ദാൻ മീഡിയൻ ആൻഡ് മീഡിയൻ ഈസ്
ദാൻ മോഡ്. അപ്പം നെഗറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ഈ രണ്ട് കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യണം. ഈ ചിത്രം ഓർക്കുക, മീനും മോഡും Q1 Q3 എവിടെ കിടക്കുന്നത് എന്നുള്ളത് ഓർത്ത് വെച്ചാൽ നമുക്ക് ഈ 2 പോയിന്റ്സ് കിട്ടും. ഓക്കെ, അപ്പോൾ സ്ക്യൂനെസ് ഇപ്പോൾ എന്താണെന്ന് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സ്ക്യൂനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാക്ക് ഓഫ് സിമെട്രി ആണ്, അല്ലെങ്കിൽ അതിന് അസിമെട്രി എന്ന് വിളിക്കാം. രണ്ട് തരത്തിലുണ്ട്, പോസിറ്റീവ്ലി സ്ക്യൂഡും നെഗറ്റീവ്ലി സ്ക്യൂഡും. പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിലായിരിക്കും കൂടുതൽ പോർഷൻ കിടക്കുക. നെഗറ്റീവ്ലി സ്ക്യൂഡ് ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലായിരിക്കും അതിൻ്റെ കൂടുതൽ പോർഷൻ അല്ലെങ്കിൽ ലോങ് ടെയിൽ കിടക്കുന്നത്. ഈ കണ്ടീഷൻസ് കൂടി ഓർത്ത് വയ്ക്കും. ഓക്കെ, ഇനി നമുക്ക് സ്ക്യൂനെസ്സിൽ 4 മെത്തേഡ്സിലാണ് സ്ക്യൂനെസ് മെഷർ ചെയ്യുന്നത്. 4 മെത്തേഡ്സ് ഉണ്ട്, അത് ഏതൊക്കെയെന്ന് പറയാം. 4 മെത്തേഡ്സ്. അതിന്റെ ഫസ്റ്റ് മെത്തേഡ് വരുന്നത് കാർൽ പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ്. കാർൽ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ്. രണ്ടാമത്തെ ബൗളീസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ്. മൂന്നാമത്തെ കെല്ലീസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ്. നാലാമത്തെ സ്ക്യൂനെസ് ബേസ്ഡ് ഓൺ മൊമെന്റ്സ്. മൊമെന്റ്സിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ സ്ക്യൂനെസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് നാലാമത്തെ. ഈ 4 മെത്തേഡ്സ് ഉണ്ട്. 4 മെത്തേഡിന്റെ ഫോർമുല ടീച്ചർ അയച്ചു തരാം. അത് നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പഠിച്ചു വെക്കുക, നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനാണ്. ഓക്കെ, ഇപ്പോൾ 4 മെത്തേഡ് ഉണ്ട് എന്ന് ഓർത്ത് വയ്ക്കുക. കാർൽ പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ്, ബൗളീസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ്, കെല്ലീസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ്, ലാസ്റ്റ് വൺ സ്ക്യൂനെസ് ബേസ്ഡ് ഓൺ മൊമെന്റ്സ്. ഇനി സ്ക്യൂനെസ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ജെ എന്ന് പറഞ്ഞിട്ടാണ്. ഇപ്പൊ മീനിന് നമ്മൾ എക്സ് ബാർ എന്നല്ലേ പറയുന്നത്, അതേമാതിരി സ്ക്യൂനെസ് ഡിനോട്ട് ചെയ്യുന്നത് ജെ ആണ്. അതുകൂടി ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പൊ സ്ക്യൂനെസ് കഴിഞ്ഞു. നെക്സ്റ്റ് ടോപ്പിക് നമുക്ക് എടുക്കാനുള്ളത് ഇനി കർട്ടോസിസ് ആണ്. കർട്ടോസിസ് കർട്ടോസിസ് എന്ന് പറഞ്ഞാൽ ശരിക്കും മീനിങ് പീക്കഡ്നെസ് എന്നാണ്, ഉയരത്തിൽ എന്നുള്ള അർത്ഥമാണ് കർട്ടോസിസ് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ മെഷർ ഓഫ് കർട്ടോസിസ് എന്തിനാ യൂസ് ചെയ്യുക? നമുക്ക് കിട്ടിയ ഡാറ്റ വളരെ പീക്കഡ്നെസ് ആണോ അതോ ഫ്ലാറ്റ് ടോപ്ഡ് ആണോ താഴ്ന്നിട്ടാണോ ഇരിക്കുന്നതെന്ന് മെഷർ ചെയ്യാനാണ് നമ്മൾ കർട്ടോസിസ് യൂസ് ചെയ്യുന്നത്. കർട്ടോസിസ് ഡിനോട്ട് ചെയ്യുന്നത് β2, വായിക്കുന്നത് β2 എന്നാണ്. β2 എന്നാണ് കർട്ടോസിസിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി കർട്ടോസിസ് നമ്മൾ പഠിക്കുന്നത് നോർമൽ കർവിൽ കൂടെ തന്നെയാണ്. നോർമൽ കർവ് നമുക്കറിയാം. കർട്ടോസിസിൽ നോർമൽ കർവിനെ നമ്മൾ വിളിക്കുന്ന പേര് മെസോകർട്ടിക് കർവ്. മെസോകർട്ടിക് കർവ് ബ്രാക്കറ്റിൽ അറിയാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നോർമൽ കർവ് എന്ന് എഴുതിക്കോളൂ. നോർമൽ കർവ്. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ മെസോകർട്ടിക് കർവ് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ β2 = 3 ആവും. നമുക്ക് കിട്ടുന്ന ആൻസർ എന്താവും? = 3 ആവും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെസോകർട്ടിക് കർവ് എന്ന് പറയും. ഇനി നോർമൽ കർവിനേക്കാൾ വളരെ പീക്ക്ഡ് ആയിട്ട് മുകളിലേക്കാണ് പോകുന്നത്, പീക്ക്ഡ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ലെപ്റ്റോകർട്ടിക് കർവ് എന്നാണ്. ലെപ്റ്റോകർട്ടിക് കർവ്. അപ്പൊ ഇതിന്റെ കണ്ടീഷൻ എങ്ങനെയാവും? β2 എങ്ങനെ വരും? β2 ഈസ് ഗ്രേറ്റർ ദാൻ 3 ആവും. നമുക്ക് കിട്ടുന്ന ആൻസർ 3നേക്കാൾ കൂടുതലായിരിക്കും. അങ്ങനത്തെ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലെപ്റ്റോകർട്ടിക് കർവ് എന്ന് പറയും. നമുക്ക് തരുന്ന ഡിസ്ട്രിബ്യൂഷൻ അപ്പൊ എന്താവും എന്നാ പറയുക? ലെപ്റ്റോകർട്ടിക് കർവ്. ലെപ്റ്റോകർട്ടിക് കർവ് ഈസ് മോർ ദാൻ ദ നോർമൽ കർവ്. ഓക്കെ, ഇനി നോർമൽ കർവിനേക്കാൾ വളരെ ഫ്ലാറ്റ് ടോപ്ഡ് ആയിട്ട് വളരെ താഴ്ന്നിട്ടാണ് ഇരിക്കുന്നത്. ഫ്ലാറ്റ് ടോപ്പ്. ഇതിന്റെ പേര് ഫ്ലാറ്റ് എന്നായതുകൊണ്ട് തന്നെ അതിന്റെ പേരിലും സാമ്യമുണ്ട്. പ്ലാറ്റികർട്ടിക് കർവ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. പ്ലാറ്റികർട്ടിക് കർവ് വളരെ താഴ്ന്നിട്ട് നോർമൽ കർവിനേക്കാൾ വളരെ ലെസ് ദാൻ ദ നോർമൽ കർവ്. അതിന് ഇവിടെ എന്ത് വരേണ്ട കണ്ടീഷൻ? β2 ഈസ് ലെസ് ദാൻ 3 ആവും. 3നേക്കാൾ കുറവായിരിക്കും നമുക്ക് മെഷർ ചെയ്യുമ്പോൾ കിട്ടുക. ആ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പറയുന്നത് പ്ലാറ്റികർട്ടിക് കർവാണ്. അപ്പോൾ ഒന്നുകൂടി പറയാം. കർട്ടോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷർ ഓഫ് പീക്കഡ്നെസ് അല്ലെങ്കിൽ ഫ്ലാറ്റ് ടോപ്ഡ് ആണ്. മെഷർ ഓഫ് പീക്കഡ്നെസ് അല്ലെങ്കിൽ ഫ്ലാറ്റ് ടോപ്ഡ്. നോർമൽ കർവിനേക്കാൾ പീക്ക്ഡ് ആണോ അതോ ഫ്ലാറ്റ് ടോപ്ഡ് ആണോ എന്ന് നമ്മൾ മെഷർ ചെയ്യും. അത് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ β2 = 3 ആണെങ്കിൽ മെസോകർട്ടിക് കർവ് എന്ന് പറയുന്നു. ഗ്രേറ്റർ ദാൻ 3 ആണെങ്കിൽ പീക്ക്ഡ് ആണ്, ഹൈ പീക്ക്ഡ് ആണ്. ഇതിനെ ലെപ്റ്റോകർട്ടിക് കർവ് എന്നാണ് വിളിക്കുന്നത്. ലെസ് ദാൻ 3 ആണെങ്കിൽ അത് വളരെ ഫ്ലാറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് പ്ലാറ്റികർട്ടിക് കർവ്. ഒന്നുകൂടി
സ്ക്യൂനെസ്സും കർട്ടോസിസും ആണ്. സ്ക്യൂനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാക്ക് ഓഫ് സിമെട്രി ആണ്. രണ്ട് പോർഷനിലും ഈക്വൽ ആയിട്ടായിരിക്കില്ല ഡിവൈഡ് ചെയ്യുക. അവിടെ നമ്മൾ അതിനെ വിളിക്കുന്ന പേര് അല്ലെങ്കിൽ അസിമെട്രി എന്ന് വിളിക്കാം സ്ക്യൂനെസ്. കർട്ടോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പീക്കഡ് ആണോ ഫ്ലാറ്റ് ടോപ്പഡ് ആണോ എന്ന് മെഷർ ചെയ്യുന്നതിനാണ് കർട്ടോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ചാപ്റ്റർ തന്നെ കഴിഞ്ഞു. നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ളതിൽ ടൈപ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണെന്ന് നമ്മളിപ്പോൾ ഇത്രയും പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഇത് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് ചാപ്റ്റർ ഈസ് ഓൾസോ ഓവർ. ഓക്കെ.